ചരിത്രം നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല, നിഷേധിക്കാൻ കഴിയൂല. ദുർവ്യാഖ്യാനിക്കാൻ കഴിയും. അതഞ്ഞു മൗലവി പറയണത്. നിഷേധിക്കാൻ കഴിയൂല, കാരണം അത് പച്ചക്ക് കിടക്കല്ലേ കിതാബില്. പിന്നെന്താ ചെയ്യാൻ പറ്റുക? ദുർവ്യാഖ്യാനിക്കാൻ കഴിയും. അതിനെന്താ വേണ്ടത്? തൊള്ളിയിൽ കുറച്ച് കാറ്റും ഒരു നാവും മതി. ചരിത്രത്തിലുള്ളതാണ് ആണ്. പക്ഷെ മൗലവിന്റെ കൊല്ലി കുടുങ്ങണതാണ്. അതിന് മൗലവി കോട്ടി മാറ്റുകയാണ്. പക്ഷെ എന്തിനു തെളിവല്ല? മരണപ്പെട്ടവരെ എവിടുന്നും എന്തിനും ഏതിനും വിളിക്കാം, അതിനുള്ള തെളിവല്ല. കണ്ടങ്ങള് എന്ത് ചെയ്തു? ഡൈവേർട്ട് ചെയ്തു. മരണപ്പെട്ടോലെ അടക്കട്ടെ, ഹയാത്തിലുള്ളോലെ ഇവിടുന്ന് അമേരിക്കക്ക് വിളിച്ചാൽ കേൾക്കുന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ? അതാദ്യം പറഞ്ഞങ്ങായി. അതിനുള്ള തെളിവാത്. മരണപ്പെട്ടിന് വേറുണ്ട്. ഇതിപ്പോ അമേരിക്കയിലെ വലിയന് ഇന്ത്യയിലെ വലിയന് മൊബൈൽ ഇല്ലാതെ ഇടപെടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളിൽ നിങ്ങളെ നിലപാടെന്താ? പറ്റുമെന്നാണോ പറ്റൂല എന്നാണോ? അവിടെ വേഗം മരണത്തോടത്തേക്ക് പോവുകയാണ്. കാരണം ഇത് പുറത്തും പിടിയാണ്. ഇതിപ്പോ ഹയാത്തിലാണല്ലോ. മട്ടൽമ ചവിട്ടിയ മാതിരി ഈ തെങ്ങിന്റെ ആ സാധനം ഉണ്ടല്ലോ, അതിന് മട്ടലിൽ നിന്ന് എന്താ തെങ്ങോല, അതിന്റെ ഒരു തലക്ക ചവിട്ടിയ മറ്റേ തല പൊന്തും. നമ്മൾ ഹയാത്തിലുള്ളതിന് തെളിവ് പറയുമ്പോൾ മൗലവി മൗത്തിന്റെ ന്യായം കൊണ്ടുവരും. നമ്മൾ മൗത്തിന് തെളിവ് പറയുമ്പോൾ ഇപ്പുറത്തെ ഹയാത്ത് കൊണ്ടുവരും. ഇതാണ് ഇവരെ കലാപരിപാടി. അതാ പറഞ്ഞത്, സൂഫി ഗ്രന്ഥങ്ങൾ വായിച്ചാൽ തല തിരിഞ്ഞു പോകും. ഇബ്നു തൈമിയ്യന്റെ ഫതാവൽ മജ്മൂ സൂഫി ഗ്രന്ഥ ആണോ മൗലവി? എന്താ നിങ്ങളുടെ ഇബ്നു തൈമിയ്യയിലെ അതിലുള്ള അഭിപ്രായം? ഇബ്നു തൈമിയ്യ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ടോ? എന്തിനാ ഉദ്ധരിച്ചത്? തെളിവ് പറ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാലോ ആ സംഭവത്തിന്റെ ശരി കിട്ടും. എന്താ ശരി കിട്ടുക? ഇബ്നു തൈമിയ്യന്റെ കിതാബ് വായിച്ചാൽ എന്താ അതിന് കിട്ടുക? എന്താ സംഭവം? നഹാവന്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ പറഞ്ഞയച്ചു. എന്തിന്? യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അതെ, കിലോമീറ്ററുകൾ അപ്പുറമുള്ള സ്ഥലമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ, അതാണ് ഖുതുബ ഓതാണ് ഉമർ തങ്ങൾ. അപ്പോഴാണ് നഹാവന്തിലെ ഈ സംഗതി കാണുന്നത്. അപ്പോഴാണ് യാ സാരിയ എന്ന് മെസ്സേജ് കൊടുത്തത്. മൗലവി എന്താ വ്യാഖ്യാനിക്കണത് അറിയോ? അതിങ്ങനെ ഉമർ തങ്ങൾ ഖുതുബ ഓതുമ്പോ ഉമർ തങ്ങൾക്ക് എന്തോ തോന്നിയപ്പോ വെറുതെ വിളിച്ചറിഞ്ഞതാണ്. അങ്ങനെ ഖുതുബ ഓതുമ്പോ ചങ്ങായി അന്തം വിട്ട് എന്തേലും പറയോ? ഈ എന്താ ഈ പറയണേ? അദ്ദേഹത്തിന് തോന്നി യാ സാരിയാന്ന് വിളിക്കാൻ തോന്നി. അദ്ദേഹത്തിന് തോന്നുക. അങ്ങനെ തോന്നണതൊക്കെ വിളിച്ചറിയാനുള്ള പരിപാടിയാ ഖുതുബ. ഈ എവിടുന്നായി വരണ്ടേ? എന്തൊരു ദുർവ്യാഖ്യാന നോക്കിങ്ങള്. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണ? ഖുതുബ ഓതുകയാണ്. ഈ ഖുതുബ ഓതുമ്പോ തൊള്ളി തോന്നൊക്കെ വിളിച്ചറിയല, മനസ്സ് തോന്നൊക്കെ വിളിച്ചറിയല, ഒരു തലയും പാലും ഇല്ലാതെ വിളിച്ചറിയ യാ സാരിയാ. എന്താ ഇപ്പൊ സ്വഹാബികൾ ചെയ്യാ? ഉമർ തങ്ങൾക്ക് എന്തോ സംഭവിച്ചോ പഠിച്ചോനെ? എന്താ ഇപ്പൊ ഒരു നഹാവന്തിൽ യുദ്ധം ചെയ്യണ സാരിയത്ത് തങ്ങൾ എന്തെത്തിനപ്പൊ ഇവിടുന്ന് വിളിച്ചിണ്? ഇങ്ങനെ വല്ല ഡൗട്ടും സ്വഹാബിയൊക്കെ ഉണ്ടായില്ലേ? എന്തുകൊണ്ട്? സ്വഹാബിയക്കറിയാം അത് സ്വഹാബിയാണ്, അത് വലിയാണ്. നഹാവന്തിലെ സംഗതി മിമ്പറയിൽ നിന്ന് കാണുന്നുണ്ട്. ഉമർ തങ്ങൾക്ക് എന്തോ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം എന്നറിഞ്ഞത് കൊണ്ടാണ് ഉമർ തങ്ങൾ മിമ്പർ വന്ന് ഖുതുബോദിയപ്പോ സ്വഹാബിയക്ക് വേറെ ഡൗട്ടും തോന്നാഞ്ഞത്. ഒരു വഹാബി മൗലവി വെള്ളിയാഴ്ച ഇങ്ങനെ ഖുതുബോദ. അപ്പൊ മൗലവിക്ക് ഇങ്ങനെ തോന്നി മിറ്റത്ത് പിന്നെ അന്നെന്തോ മെൻസസ് എന്തോ ഉണ്ടായിട്ട് പള്ളിയിൽ പോകാത്ത ദിവസം അത് കൂട്ടിക്കോളിങ്ങളെ പെണ്ണുങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ പാത്രം മോറാൻ വേണ്ടി വെള്ളം ചിന്നാൻ വേണ്ടി വരുമ്പോ പെണ്ണുങ്ങളെ നായി കടിച്ചിട്ടുണ്ട് എന്നൊരു തോന്നല്. അപ്പൊ കെട്ടിയോളെ എന്നാണ് വിളിച്ചോ ചങ്ങാഴ്ച മെമ്പർ വന്ന് വിളിച്ചോ? എന്തൊരു തോന്നിയാസായി പറയണേ അല്ലേ? മൗലവിമാര് മിമ്പർമ ഇങ്ങനെ ഓതുമ്പോഴേ മൗലവിക്ക് ഇങ്ങനെ തോന്നുന്നു അയലോകത്തെ അയമോട്ടിനെ ഒന്ന് വിളിച്ചണം. അയമോട്ടിയേ. അപ്പം മിമ്പർമെന്ന് ഇറങ്ങാൻ കൂടുതൽ ആൾക്കാർ കജ്ജും കാലും കെട്ടി കുതിരവട്ടത്ത് എത്തിച്ചു. എന്തൊരു വെഡിത്തായി പറയണത്. അത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ടല്ല, അല്ലേ അന്തം വിട്ട് പറഞ്ഞതാ. മൗലവി ഇങ്ങനെ ഖുതുബ ഓതുമ്പോ കെട്ടിയോളേന്നാണ് വിളിച്ച. തരുവോ ചങ്ങായി എനിക്ക് ശമ്പളം അവിടുന്ന്? പിന്നെ എന്റെ പിന്നിൽ അവിടെ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചോ? തൊള്ളി തോണിയെ മുഴുവൻ വിളിച്ചറിയാൻ പറ്റിയ ഏർപ്പാടിനായി ഖുതുബ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിങ്ങള് ഓരോ ന്യായീകരണം. അത് എന്റെ വഹാബികളെ ഇതും വിഴുങ്ങി പോയില്ലേ നിങ്ങള് അല്ലേ? പരലോകത്തെ പറ്റി പോയിട്ട് എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ ഇല്ല മുസ്ലിയാക്കന്മാരെ എന്ന് ആരാണ് എന്നോട് പറഞ്ഞത്? ഇല്ലാന്ന് ആര് പറഞ്ഞു? ഞങ്ങളോട് ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്താണ് അള്ളാന്റെ ഹബീബ് ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്? എന്റെ അടിമ ഫർളായ അമലിന്റെ പുറമെ